ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലൂക്കായുടെ സുവിശേഷം 20-ാമത്തെ അധ്യായം 2-ാമത്തെ തിരുവചനം. എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണെന്ന് ഞങ്ങളോട് പറയുക. ആകാശവും ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും സൃഷ്ടിച്ച ദൈവത്തോടാണ് ഫരിസേയരും നിയമജ്ഞരും ചോദിക്കുന്നത്, എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് എന്ന് ഞങ്ങളോട് പറയുക. ദൈവത്തെ അറിയാഞ്ഞിട്ടല്ല, ദൈവത്തെ അറിയാമെങ്കിലും അവർ അറിയില്ല എന്ന ഭാവത്തിലുള്ള ഒരു ജീവിതമാണ് അവരുടെ. കാപട്യത്തിൻ്റെ മുഖമാണ് അവരുടേത്. അവർക്ക് വേണമെങ്കിൽ യേശുവിനെ മനസ്സിലാക്കാമായിരുന്നു. ഈശോയെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമവും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു സത്യം. ഈ ദൈവപുത്രനെ അവർ അംഗീകരിച്ചില്ല. ക്രിസ്തു എന്നും അവർക്ക് ഒരു ചോദ്യചിഹ്നമായിരുന്നു. കാരണം അവർ വളർത്തിക്കൊണ്ടുവന്ന ഒരു ശൈലിയുണ്ട്. ദൈവം അവരുടെ കരങ്ങളിലാണ്. ദൈവത്തെ നിയന്ത്രിക്കുന്നത് അവരാണ്. ദൈവിക കാര്യങ്ങൾ അവരുടെ കരങ്ങളിലാണ്. അതെല്ലാ സുഖസൗകര്യങ്ങളുടെയും മീതെ, എല്ലാ സമ്പത്തിൻ്റെയും മീതെ ഉള്ള ഒരു ജീവിതം. അങ്ങനെയുള്ള ആ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങിച്ചെന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പരാതി. അവരുടെ എല്ലാ തെറ്റുകൾക്കും കർത്താവ് കൂട്ടുനിന്നിരുന്നെങ്കിൽ ഒരിക്കലും കർത്താവിനോട് ഈ ഒരു ചോദ്യം അവർ ചോദിക്കില്ലായിരുന്നു. ഇപ്പോൾ കർത്താവ് അവർക്കൊരു വെല്ലുവിളി ആയതുകൊണ്ട് അവർ കർത്താവിനോട് ചോദിക്കുന്ന, എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് എന്ന് ഞങ്ങളോട് പറയുക. ലൂക്കായുടെ സുവിശേഷം 20-ാമത്തെ അധ്യായം 45-ാമത്തെ വചനത്തിൽ അവർ ആരാണ് എന്നും എന്താണ് എന്നും യേശു വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഫരിസേയരും ഈ നിയമജ്ഞരും ആരാണ് എന്ന് കർത്താവ് മനസ്സിലാക്കിയത്. സകല മനുഷ്യരും കേൾക്കെ അവൻ ശിഷ്യരോട് പറഞ്ഞു, നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കുവാനും ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നു. അവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും. ഇതാണ് യേശുവിൻ്റെ കാലത്തെ അധികാരവർഗം. ഇവരാണ് ദൈവപുത്രനോട് ചോദിക്കുന്നത്, എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? ഇവർക്ക് യേശുവിനോട് ചോദിക്കാനുള്ളത് എന്തധികാരത്താലാണ്, അല്ലെങ്കിൽ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് എന്ന് ചോദിക്കാൻ ഉള്ള അവകാശം പോലും അവർക്കില്ല എന്ന് നമുക്കറിയാം. ദൈവപുത്രൻ്റെ ജീവിതം അവർക്ക് ഒരു ഭീഷണിയായിരുന്നു. കാരണം അവിടുന്ന് വചനം പഠിപ്പിക്കുന്നു. അടയാളങ്ങൾ കൊണ്ട് ഈ വചനത്തെ അവൻ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അതുപോലെ ചെയ്യുവാൻ അവർക്ക് സാധിക്കുന്നില്ല. കർത്താവിൻ്റെ പ്രവൃത്തികൾ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ചെയ്യാൻ അവർക്കൊരിക്കലും സാധിക്കുമായിരുന്നില്ല. ഞങ്ങളാണ് ഇതിൻ്റെ എല്ലാം അധികാരി എന്ന് പറഞ്ഞ് നടക്കുന്ന യഹൂദ സമൂഹത്തിൻ്റെ മേൽ കർത്താവ് വന്നപ്പോൾ കർത്താവ് ഒരു ചോദ്യചിഹ്നമായി മാറി. അവരുടെ ആഗ്രഹത്തിൽ നിന്നും ഇംഗിതങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് കർത്താവ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈശോയ്ക്ക് ശേഷം കാലഘട്ടം നൂറ്റാണ്ടുകൾ ഇത്ര കഴിഞ്ഞപ്പോൾ അന്നത്തെ യഹൂദ സമൂഹത്തിന് പറ്റിയ അബദ്ധങ്ങളും യഹൂദര സമൂഹത്തിന് പറ്റിയ ചില പ്രവൃത്തിദോഷങ്ങളും നമ്മുടെ ജീവിതത്തിലും കയറിപ്പറ്റാം. യഥാർത്ഥ സുവിശേഷം എന്താണ് എന്ന് നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ നമുക്കും തെറ്റുപറ്റാം.
യേശു നമ്മുടെ ജീവിതം കൊണ്ട് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മളും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഈ ഫരിസേയ നിയമജ്ഞ സമൂഹത്തെ പോലെ നമ്മളും അധികാരവർഗത്തിൻ്റെയും കർത്താവിനെ എതിരിടുന്ന ഒരു സമൂഹത്തിൻ്റെയും ആൾക്കാരായി നമ്മളും തീരാം. കാരണം അപ്പസ്തോല പ്രവൃത്തികളുടെ കാലത്തെ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യാൻ നമ്മൾ ഇന്ന് പരാജയപ്പെടുകയാണ്. അപ്പസ്തോല പ്രവൃത്തികളുടെ കാലത്തെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സാക്ഷ്യം വഹിക്കേണ്ടവരും കർത്താവ് ഈ അധികാരം തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കുമായി വിതരണം ചെയ്തതാണ്. പക്ഷേ നമുക്ക് ലഭിച്ച ദൈവകൃപ കൈകാര്യം ചെയ്യുവാനായിട്ട് നമ്മൾ ഇന്ന് പരാജയപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ആരെയും നോക്കി പല്ലിളിച്ചിട്ട് കാര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത്, കർത്താവിൻ്റെ ആത്മാവിനെ കൊണ്ട് പ്രവർത്തിക്കാൻ കർത്താവ് നമുക്ക് ആത്മാവിനെയും തന്നിട്ടുണ്ട്. ഇതാ ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ നമുക്ക് സഹായകനായിട്ട് തന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ ജീവിതത്തെ ഇതുവരെയും സാരമായി ബാധിച്ചിട്ടില്ല എന്ന് മാത്രം. അപ്പസ്തോല പ്രവൃത്തികളുടെ കാലഘട്ടത്തിലെ അതേ സുവിശേഷ ചൈതന്യം നമുക്കും പുലർത്തുവാനായിട്ട് സാധിക്കുന്നില്ല. പ്രവാചകന്മാർ പ്രസംഗിച്ച വചനം പ്രസംഗിച്ചതുപോലെ നമുക്ക് വചനം പ്രസംഗിക്കുവാനാകുന്നില്ല. അപ്പസ്തോലന്മാർ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തതുപോലെ നമുക്കിന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ജീവിതത്തിലെ സാക്ഷ്യത്തിൻ്റെ കുറവും വചനമറിയത്തില്ലാത്തതുകൊണ്ടും അന്ന് ഈശോയോട് എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ അധികാരം നിനക്ക് നൽകിയതാരാണ് എന്നൊന്നും മനസ്സിലാക്കാത്ത ആ സമൂഹത്തെ പോലെ നമ്മളുമായി തീർന്നോ എന്ന് നമ്മൾ ഭയപ്പെടണം. ഈശോയെക്കുറിച്ച് അറിയുവാനുള്ള അല്ലെങ്കിൽ രക്ഷകൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അറിയാനുള്ള ഒരു ശ്രമവും അവർ നടത്താതിരുന്നത് കൊണ്ട് അവർ ദൈവത്തെ കുറ്റപ്പെടുത്തി അവർ ശിക്ഷയ്ക്ക് അർഹരായി തീർന്നു. യേശുവിൻ്റെ തിരുപ്പിറവിയെക്കുറിച്ച് ലോകം മുഴുവനും അറിഞ്ഞതാണ്. ബത്ലഹേമിലും പരിസരത്തിലും ഇസ്രായേൽ മുഴുവനും ഈശോയുടെ തിരുപ്പിറവി ദിവ്യ ശിശുവിൻ്റെ ജനനത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞതാണ്. ഇസ്രായേൽ മുഴുവനും അതൊരു സംസാര വിഷയമായതാണ്. പക്ഷേ ഈ ദിവ്യ ശിശുവിനെ ആ ദിവസങ്ങൾക്ക് ശേഷം ആരും അനുഗമിച്ചില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഈ ദിവ്യ ശിശുവിനെ അവർ അനുഗമിക്കേണ്ടതായിരുന്നു ജീവിതം കൊണ്ട്. ഈ ശിശുവിനെ പൗരസ്ത്യ ദേശത്തു നിന്നും ജ്ഞാനികൾ വന്ന് ഈ ദിവ്യ ശിശുവിനെ കണ്ടു. അവർ ദീർഘനാൾ യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ഈശോയെ കാണാനായിട്ട് ആ ഒരൊറ്റ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് അവർ യാത്ര ചെയ്തു. അവരുടെ യാത്ര സഫലമായി. അവർ അനുഗ്രഹിക്കപ്പെട്ടു. അവർ ചെയ്ത കഷ്ടപ്പാട് നിറഞ്ഞ യാത്രകളെല്ലാം വലിയ ലക്ഷ്യം കണ്ടു. രക്ഷകനെ കാണാനായിട്ട് അവർക്ക് സാധിച്ചു. ഈ ദിവ്യശിശുവിൻ്റെ ജനനം എല്ലാവരും അറിഞ്ഞതാണ് എങ്കിലും ആ കാലഘട്ടത്തിൽ മാത്രം, ആ ദിവസങ്ങളിൽ മാത്രം ചുറ്റിപ്പറ്റി നിന്ന ഒരു സംസാരമായി അത് അവശേഷിച്ചു. പിന്നെ ഈ ദിവ്യശിശുവിനെ ആരും അറിഞ്ഞില്ല. ഈ ശിശു എങ്ങനെയാണ്, എവിടെയാണ് വളരുന്നത്, ആ ശിശു ആരാണ് എന്ന് പഠിക്കേണ്ട ഒരു ഉത്തരവാദിത്തം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കേണ്ടതും പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതും കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് നേരത്തെ എഴുതപ്പെട്ടിരുന്ന വചനങ്ങളും പഠിച്ച് ഈ ദിവ്യ ശിശുവിനെ അനുഗമിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം അന്നത്തെ അധികാരികൾക്കുണ്ടായിരുന്നു. പക്ഷേ ആ അധികാരവർഗം അത് ചെയ്തില്ല എന്നുള്ളത് ഒരു സത്യം. പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും ഈ ഈശോയെ നിത്യവും അനുഗമിക്കുകയായിരുന്നു. ആ നസത്തിലെ കൊച്ചു കുടുംബത്തിലെ ഈശോ വളർന്നപ്പോൾ ഈശോയുടെ വളർച്ചയ്ക്കനുസരിച്ച് പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും വചനത്തിലും വളർന്നു. ഇത് ദിവ്യ ശിശുവാണ് എന്നും വരാനിരുന്ന രക്ഷകനാണ്, വരുമെന്ന് പറഞ്ഞിരുന്ന ജനം ഇസ്രായേൽ കാത്തിരുന്ന രക്ഷകനാണ് ഈ ജനിച്ചിരിക്കുന്നതെന്നും അവരുടെ കുടുംബത്തിൽ അവരുടെ മകനായി വളർന്നുകൊണ്ടിരിക്കുന്നതെന്നും പരിശുദ്ധ അമ്മയ്ക്കും യൗസേപ്പ് പിതാവിനും അറിയാമായിരുന്നു. പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും അറിഞ്ഞതുപോലെ ഈ രക്ഷകനെ അനുഗമിച്ചുകൊണ്ട് ഈ ശിശുവിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് ഈ ശിശുവിനെ പിൻചെല്ലേണ്ട ഒരവസ്ഥയും ഈ ശിശു രക്ഷകനായി പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ തെറ്റുപറ്റാതെ ഇത് രക്ഷകനാണെന്ന് മനസ്സിലാക്കുവാൻ അപ്പോൾ അവർക്ക് സാധിക്കുമായിരുന്നു. ഈ ശിശുവിൻ്റെ വളർച്ചയും ഈ ശിശുവിൻ്റെ വ്യത്യാസങ്ങളും വചനത്തിൽ വളരെ വ്യക്തമായിട്ട്
കാണാമായിരുന്നു. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചതും എഴുതപ്പെട്ടതുമായിരുന്നു ഈ ശിശുവിൻ്റെ ജനനം. ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 25-ാമത്തെ തിരുവചനം. ഈ ശിശുവിനെ അന്വേഷിച്ച വ്യക്തിയെയാണ് നമ്മളിവിടെ കാണുക. ജെറൂസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പ്രതീക്ഷിച്ചിരുന്നവർക്കും കാത്തിരുന്നവർക്കും രക്ഷകനെ കാണാൻ പറ്റി. രക്ഷകൻ്റെ കരങ്ങൾ അവർക്ക് കാണാനും സാധിച്ചു. അതുകൊണ്ട് ഇവർക്കാർക്കും എന്തധികാരത്താലാണ് നീ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിനക്ക് ഈ അധികാരം തന്നത് ആരാണ് എന്ന് ഈശോയോട് ചോദിക്കേണ്ട ഒരാവശ്യം യഥാർത്ഥ ദൈവമക്കൾക്ക് ആർക്കും വന്നിട്ടില്ല. ഈ ശിശുവിനെ അനുഗമിച്ചിരുന്നെങ്കിൽ എന്തധികാരത്താലാണ് നീ ഇത് ചെയ്യുന്നത്, ആരാണ് നിനക്ക് ഈ അധികാരം തന്നത് എന്ന് ചോദിക്കുകയില്ലായിരുന്നു. കാരണം ദിവ്യ ശിശുവിൻ്റെ ജനനം മുതൽ അവൻ്റെ ബാല്യവും അവൻ്റെ വളർച്ചയിലുമെല്ലാം വളരെ വ്യക്തമായിട്ട് എഴുതപ്പെട്ട ലിഖിതങ്ങൾ പൂർത്തിയാകുന്നത് കാണാമായിരുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഈ കാലഘട്ടത്തിലും കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു സുവിശേഷം അത് നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ദൈവം നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ പ്ലാനുകളും നമ്മുടെ ജീവിതത്തിലും ഓരോ ദിവസവും നിവർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് ഈശോയെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ എഴുതപ്പെട്ടതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും ദൈവത്തിൻ്റെ കരങ്ങളിലാണ് വിടരുന്നതെന്നും പുഷ്പിക്കുന്നതെന്നും മനസ്സിലാക്കാനും, ദൈവമാണ് ഓരോ നിമിഷവും എന്നെ നയിക്കുന്നതെന്നും, എന്നെ നട്ടതും എന്നെ വളർത്തുന്നതും എന്നെ അനുഗ്രഹിക്കുന്നതും, എൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെട്ട് അത് ദൈവത്തിലേക്ക് ദൈവം വളർത്തുന്നുണ്ട് എന്നും നമ്മുടെ ജീവിതത്തെ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, കാലത്തിൻ്റെ അടയാളങ്ങൾ കണ്ട് അത് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. നസത്തിലെ സിനഗോഗിൽ വെച്ച് ഈശോ പറഞ്ഞു, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. ഈശോയുടെ ജീവിതത്തിൽ ഈശോ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ മനോഹരമായി വിവരിച്ചിരിക്കുന്ന വചനഭാഗം, യെശയ്യാ പ്രവാചകൻ്റെ വചനഭാഗം വായിച്ചുകൊണ്ട് ഈശോ പറയുന്നു, ഇന്ന് നിങ്ങൾ കേട്ടിരിക്കെ ഇന്ന് ഈ വിശുദ്ധ ലിഖിതം നിറവേറിയിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലും ഞാൻ ജനിച്ചത് മുതൽ ഞാൻ വളരുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ദൈവം എനിക്ക് വേണ്ടി എഴുതി വെച്ചതെല്ലാം നിറവേറുന്നു എന്ന ദൈവത്തിൻ്റെ വഴിയിലാണ് എങ്കിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ തിരുവെഴുത്തുകൾ നിറവേറ്റി എല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് കർത്താവ് വരുന്ന വഴി അവർക്ക് മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ അവരത് അന്വേഷിക്കാത്തത് കൊണ്ടും ഈ രക്ഷകൻ്റെ ജീവിതത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കാത്തത് കൊണ്ടും രക്ഷകനെ തിരിച്ചറിയാത്തത് കൊണ്ടും രക്ഷകൻ അവരുടെ ജീവിതത്തിൽ ഒരു ചോദ്യചിഹ്നമായി നിന്നതും ഈ രക്ഷകൻ പ്രവർത്തിക്കുന്നത് തങ്ങൾക്കെതിരാണെന്ന് അവർ മനസ്സിലാക്കിയതും ചിന്തിച്ചതുകൊണ്ടും അവർക്ക് അവരുടെ ജീവിതം ഒരിക്കലും കർത്താവിൻ്റെ ജീവിതവും കർത്താവിൻ്റെ പ്രവൃത്തികളോട് രമ്യതപ്പെടുത്താനും അവർക്ക് സാധിച്ചില്ല. യേശു അവരോട് ചോദിച്ച ചോദ്യം ഇതാണ്, യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അതായത് യോഹന്നാൻ്റെ ജ്ഞാനസ്നാനത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. യോഹന്നാൻ ഏലിയ പ്രവാചകൻ്റെ 2-ാമത്തെ ആഗമനമാണ് യോഹന്നാൻ്റെ ജീവിതം. അതെന്തിനു വേണ്ടിയാണ്? നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും, കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുമ്പേ നീ പോകും എന്ന് സഖറിയ പ്രവാചകൻ സ്നാപയോഹന്നാനെക്കുറിച്ച് പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ മുമ്പേ പോകുന്ന കർത്താവിന് വഴിയൊരുക്കുന്നവനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ എന്നതായിരുന്നു യേശുവിൻ്റെ ചോദ്യം. രക്ഷകൻ്റെ വഴിയൊരുക്കിയ ഈ സ്നാപയോഹന്നാനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? അവർക്ക് വളരെ വ്യക്തമായി അതിന് പറയേണ്ട ഉത്തരവും അറിയാമായിരുന്നു.
പക്ഷേ അവരുത്തരം പറഞ്ഞാൽ അതൊരു കെണിയാകുമെന്ന് അവർക്ക് തന്നെ മനസ്സിലായതുകൊണ്ട് അവർ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ അതോ മനുഷ്യരിൽ നിന്നോ? അതായത് ദൈവമയച്ച മനുഷ്യനാണോ സ്നാപയോഹന്നാൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? സ്നാപയോഹന്നാൻ എന്ത് ജ്ഞാനസ്നാനമാണ് നൽകിയത്? സ്നാപയോഹന്നാൻ എന്ത് ദൗത്യമാണ് നിർവഹിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായിരുന്നു ഈശോയുടെ ചോദ്യം. സ്നാപയോഹന്നാൻ നിർവഹിച്ച ദൗത്യം അവർക്ക് മനസ്സിലായെങ്കിൽ അതിൻ്റെ പിന്നാലെ വന്ന രക്ഷകൻ്റെ ദൗത്യവും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ സ്നാപയോഹന്നാൻ്റെ ദൗത്യവും അവർക്കറിയാമെങ്കിലും അറിയില്ല എന്ന് പറഞ്ഞ് അവർ കണ്ണടച്ച് പിടിച്ച് അതിനെ ഇരുട്ടാക്കി കളഞ്ഞു. അങ്ങനെ സ്നാപയോഹന്നാൻ്റെ ജീവിതവും എന്താണ് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നവർ മറുപടി പറഞ്ഞു. അപ്പോൾ ഈശോയും അവരോട് പറഞ്ഞു, എന്താണെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. അതോടെ ആ വഴികളെല്ലാം പൂർണ്ണമായും അവർ അടച്ചു കളഞ്ഞു. ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാ നന്മയുടെ വഴികളും കർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സകല സാധ്യതകളും അവർ ബോധപൂർവം അടച്ചു കളയുകയായിരുന്നു. അതാണ് റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അവരുടെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞു. അവരുടെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് ഒരു തിരിച്ചറിവ് വരുന്ന തരത്തിൽ ചിന്തിക്കാനും അവർക്കൊരിക്കലും സാധിക്കാതെ പോയി. ബുദ്ധിയിൽ അന്ധകാരം നിറയുന്ന വലിയ ഒരു വിപത്തിലേക്ക് നമ്മുടെ ജീവിതവും കടന്നു പോകാം. കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ, ഈശോ നമ്മളിൽ ജീവിക്കുന്നില്ല എങ്കിൽ നമ്മൾ കൂദാശകൾ സ്വീകരിക്കുന്നതും നമ്മൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നതും കർത്താവിൻ്റെ വഴിയിലാണ് എന്ന് നമ്മൾ പറയുന്നതും വചനം അനുസരിക്കാനുള്ള നമ്മുടെ പ്രയത്നങ്ങളും എല്ലാം ഫലമില്ലാതെ നഷ്ടപ്പെട്ടു പോകും. മഴ പെയ്യുമ്പോൾ ഒരുപാട് വെള്ളം ഈ ഭൂമിയിൽ പതിക്കുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ ഈ ഭൂമിയിൽ പതിക്കുന്ന വെള്ളം മുഴുവനും നമുക്ക് ശേഖരിക്കുവാൻ കഴിഞ്ഞാൽ ഒരു വേനൽക്കാലത്തും ഒരു വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകാത്ത രീതിയിൽ നമുക്കത് സംരക്ഷിച്ച് വയ്ക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അത് വലിയൊരു അനുഗ്രഹം. പക്ഷേ ഈ പെയ്യുന്ന മഴ മുഴുവനും മണ്ണിലൂടെ ഒഴുകി അത് കടലിൽ ചെന്ന് ചേരുകയാണ്. ഇതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കുന്ന നന്മകൾ മഴവെള്ളം വെറുതെ ഒഴുകി പാഴായി പോകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ പതിക്കാതെ അത് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ട് കടലിൽ ചെന്ന് വെള്ളം തീർന്നു പോകുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കാതെ കടന്നു പോവുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ പതിക്കാതെ പോകുന്നു. മഴവെള്ളം ഭൂമിയിൽ പതിച്ച് വെറുതെ അത് ശേഖരിക്കപ്പെടാതെ വെറുതെ ഒഴുകിപ്പോകുന്നത് പോലെ കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ എൻ്റെ ജീവിതത്തിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളും ഞാൻ വെറുതെ ഒഴുക്കിക്കളഞ്ഞ് ദൈവകൃപയോട് സഹകരിക്കാതെ ജീവിച്ചു പോകുന്ന അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടോ? അതോ ആ അപകടം നിറഞ്ഞ പരിസയരുടെയും നിയമജ്ഞരുടെയും ജീവിതം പോലെ അപകടം നിറഞ്ഞ ഒരവസ്ഥയിലൂടെ ഞാൻ കടന്നു പോവുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതാണ് എങ്കിൽ തിരിച്ചു വരാനും ക്രിസ്തുവിനെ തിരിച്ചറിയാനും ഈശോ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്നും തിരിച്ചറിയാൻ എനിക്ക് പറ്റണം. ഈശോ പുൽക്കൂട്ടിൽ പിറന്ന് മാലാഖമാരുടെ സ്തുതിഗീതങ്ങൾ, അതിനുശേഷം ഈശോയുടെ നസ്രത്തിലെ കൊച്ചു ജീവിതം, ഈ ജീവിതത്തെ അനുഗമിക്കുവാൻ, ഈ ശിശുവിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ, ഈ ശിശുവിനെക്കുറിച്ച് പഠിക്കുവാൻ, ഈ ശിശു എന്താണ് എന്ന് മനസ്സിലാക്കാനൊന്നും ഇവർ മെനക്കെട്ടില്ല. അതുകൊണ്ട് ഈ ശിശുവിനെ അനുഗമിക്കാനും അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഹെറോദോസ് രാജാവിനും ഇതേ അബദ്ധമാണ് പറ്റിയത്. ഹെറോദോസ് രാജാവ് വചനത്തിലൂടെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു ഈ രക്ഷകൻ എവിടെയാണ് ജനിക്കുന്നത് എന്ന്. യൂദയായിലെ ബെത്ലഹേമിൽ എന്ന് അവന് മറുപടി കിട്ടി. പക്ഷേ യൂദയായിലെ ബെത്ലഹേമിൽ ജനിച്ച ഈ ശിശു ആരാണ്, ഇതാരായി തീരേണ്ടവനാണ് എന്ന് ഹെറോദോസ് അന്വേഷിക്കാതെയും ഹെറോദോസ് 2 അതിൽ താഴെയും പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നശിപ്പിച്ചു കളയാൻ ഹെറോദോസ് പരിശ്രമിച്ചു. അത് ചെയ്യുകയും ചെയ്തു. ദിവ്യശിശുവും നശിച്ചുപോയി എന്ന് ഹെറോദോസ് വിചാരിച്ചു. പക്ഷേ ഈ ദിവ്യശിശുവിനെ ദൈവം വഹിക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ ഹെറോദോസ് രാജാവും തൻ്റെ ജീവിതത്തിൽ ഈ ദൈവവും ഈ രാജാവും ഈ രക്ഷകനും കടന്നു വരാതെ സൂക്ഷിച്ചതുപോലെ യഹൂദ സമൂഹം ഒന്നാകെ ഈ രക്ഷകനെക്കുറിച്ച് ഭയപ്പെടുകയും രക്ഷകനെ മാറ്റി നിർത്തുകയും രക്ഷകൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്യുന്ന ആ ഒരു അപകടം നിറഞ്ഞ അവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. സ്നേഹമുള്ള സഹോദരങ്ങളെ,
നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് ഈ അപകടം നിറഞ്ഞ വഴിയിലൂടെയാണോ എന്ന് നിത്യവും ചിന്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്ന് എന്ന് മറുപടി പറയാൻ സാധിച്ചിരുന്നെങ്കിൽ സത്യമായും അത് ദൈവപുത്രനാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അതിന് പറയേണ്ട ഉത്തരവും അവർ പാലിച്ചു കളഞ്ഞു. സ്വർഗത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും. വളരെ ബുദ്ധിപൂർവമായ മറുപടിയാണ് അവർ പറഞ്ഞത്. ഏലിയ രണ്ടാമതും വരും, ഏലിയയുടെ രണ്ടാമത്തെ ആഗമനമാണ് ഈ സ്നാപകയോഹന്നാൻ എന്ന് യേശു വളരെ വ്യക്തമായിട്ട് മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്. നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ വരാനിരിക്കുന്ന ഏലിയ ഇവനാണ് എന്ന് യേശു യോഹന്നാനെക്കുറിച്ച് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനം. യേശുവിൻ്റെ ജ്ഞാനസ്നാനവും വലിയ വെളിപ്പെടുത്തലിൻ്റെ അവസരമായിരുന്നു. ഈ ജ്ഞാനസ്നാനത്തിലും പരിശുദ്ധ ത്രിത്വം വെളിപ്പെട്ടിരുന്നു. പക്ഷേ അതും ഈ യഹൂദ സമൂഹത്തിൽ നിന്നും അത് പൂർണ്ണമായും അവരുടെ ജീവിതത്തിൽ നിന്നും മറയ്ക്കപ്പെട്ടിരുന്നു. യേശുവിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും മാത്രം മതിയായിരുന്നു രക്ഷകനെ സ്വീകരിക്കുവാൻ. പക്ഷേ എല്ലാം വിമർശന ബുദ്ധിയാ കണ്ടതുകൊണ്ട് അവർക്കൊന്നും സ്വീകരിക്കാൻ സാധിച്ചില്ല. പിശാചുക്കളെ ഒഴിവാക്കിയതും മരിച്ചവരെ ഉയർപ്പിച്ചതും കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയതും എല്ലാം യേശുവിൻ്റെ പ്രവൃത്തികളായിരുന്നു. ഇത് വരാനിരിക്കുന്ന രക്ഷകൻ്റെ പ്രവൃത്തികളാണ് എന്ന് വചനത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വചനം അവർക്ക് അജ്ഞാതമായി തീർന്നു. ഈ കാലഘട്ടത്തിലും അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും ദൈവത്തെ കാണാൻ സാധിക്കാതെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മാനസാന്തരവും അപകടത്തിലാക്കുന്ന വിധത്തിൽ തിന്മയുടെ ശക്തി നമ്മുടെ ബുദ്ധിയെ അന്ധകാരം കൊണ്ട് നിറച്ച് നമ്മളും രക്ഷപ്പെടുന്നതിൽ നിന്ന് തടയുകയാണ് എങ്കിൽ തിരിച്ചറിവിൻ്റെ ഒരു വഴിയിലേക്ക് വരാൻ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള സഹോദരങ്ങളെ, രക്ഷപ്പെടാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടോ? കർത്താവിൻ്റെ വഴിയിലേക്ക് വരാൻ എനിക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എൻ്റെ ഇടവകയിൽ ഒരു കൊച്ചു പയ്യനുണ്ട്. ഒരു 8-ാം ക്ലാസ്സിൽ 9-ലൊക്കെ പഠിക്കുന്ന ഒരു പയ്യൻ. ഈ പയ്യൻ്റെ പ്രത്യേകത, അവനെല്ലാം കൊണ്ടും ഗുരുത്തം കെട്ടൊരു പയ്യനാണ്. അവൻ്റെ വീട്ടുകാരെല്ലാവരും അവനെ കൊണ്ട് മടുത്തു. അവൻ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകർ അവനെ കൊണ്ട് മടുത്തു. നാട്ടുകാർ അവനെ കൊണ്ട് മടുത്തു. ഇവനെ ഉപദേശിക്കാമെന്ന് വിചാരിച്ച് ഞാനൊരിക്കൽ അവനെ വിളിച്ചു. മോനെ, നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വളരെ കാര്യമായിട്ട് ഞാൻ അവനോട് സംസാരിച്ചു. അവനോട് രക്ഷയെക്കുറിച്ച് പറഞ്ഞു. മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു. സുവിശേഷത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും കുദാശകളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അവസാനം അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലൊക്കെ ഒന്ന് പോയിട്ടേ ഞാൻ സ്വർഗത്തിലോട്ട് പോകുന്നുള്ളൂ. ഞാൻ നേരിട്ട് സ്വർഗത്തിലോട്ട് പോകാൻ എനിക്ക് ആഗ്രഹമില്ല. ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലൊക്കെ ഒന്ന് പോയി അവിടെയൊക്കെ ഒന്ന് കണ്ടിട്ടേ ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നുള്ളൂ. അവൻ തീരുമാനിച്ചു കഴിഞ്ഞു. കൊച്ചു പയ്യനാണ്. അവൻ പറഞ്ഞ മറുപടിയിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലൊക്കെ പോയി അവിടെയൊക്കെ ഒന്ന് കണ്ടിട്ടേ ഞാൻ സ്വർഗത്തിലോട്ട് പോകുന്നുള്ളൂ. അതുകൊണ്ട് എപ്പോൾ എന്നെ നേരെ സ്വർഗത്തിലോട്ട് വിടാനായിട്ട് അച്ഛനധികം മെനക്കെടേണ്ട കാര്യമില്ല എന്നാണ് ആ പയ്യൻ പറഞ്ഞത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, കൊച്ചു പയ്യൻ അവൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ എങ്ങനെയാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത്. ജെറമ്യായുടെ പുസ്തകം 33-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം പറയുന്നു, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഈശോയും നമ്മളോട് പറയുന്നുണ്ട്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന്. എന്തന്വേഷിച്ചാലും ദൈവം തരും, എന്ത് ചോദിച്ചാലും കർത്താവ് തരും, എവിടെ മുട്ടിയാലും കർത്താവ് നമുക്ക് തുറന്നു തരും. രക്ഷകനെ അറിയാൻ ആഗ്രഹമുണ്ടോ? ആ ആഗ്രഹത്തോടെ, എൻ്റെ കർത്താവിനെ എനിക്ക് കാണണമെന്ന ആഗ്രഹത്തോടെ എവിടെ മുട്ടിയാലും എവിടെ ചോദിച്ചാലും ആ അനുഗ്രഹം നമ്മുടെ മുമ്പിൽ ഉറപ്പാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, അങ്ങയെ കാണാതെ പോയ എന്തധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ച യഹൂദ സമൂഹത്തിൻ്റെ വലിയ തിന്മ പോലെ എൻ്റെ ജീവിതത്തിലും ഈ തിന്മ കടന്നു വരാൻ സാധ്യതയുള്ളപ്പോൾ എൻ്റെ രക്ഷക അങ്ങയെ വളരെ വേഗം കണ്ടുമുട്ടാനും അങ്ങയെ അനുഗമിക്കുവാനും അങ്ങ് തന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഉണ്ണിയായി പിറന്ന തിരുക്കുമാരനെ മുതൽ അമ്മ അനുഗമിച്ചതുപോലെ ഞങ്ങളും ആ ഉണ്ണിയെ അനുഗമിക്കുവാനും ആ ദിവ്യശിശുവിൻ്റെ വചനങ്ങളും ആ ദിവ്യശിശുവിൻ്റെ ജീവിതവും ഞങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കാനും അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.